നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യൻ സൈന്യം. ഈ നഗരങ്ങളിലെ വ്യോമതാവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സേനകൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. എയർ മാർഷൽ എ.കെ. ഭാരതി, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, നേവി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ എ.എൻ. പ്രമോദ്, മേജർ ജനറൽ എസ്.എസ്. ശാരദ, എ.ഡി.ജി. സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ നൂർഖാൻ, യഹീമിയാർ ഖാൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയതിന്റെ വീഡിയോകളും സൈന്യം പുറത്തുവിട്ടു. പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച പ്രദേശങ്ങളും ചില വീഡിയോകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് പ്രതിക്ക് വീട്ടുകാരോടുള്ള വൈരാഗ്യമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ. നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ഏക പ്രതി കേഡൽ ജിൻസൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞിരുന്നു. ശിക്ഷ വിധിക്കുന്നതിൽ വാദം ചൊവ്വാഴ്ചയാണ്. 2017 ഏപ്രിൽ 9-നാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞതും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അമേരിക്കയും ചൈനയും തമ്മിലെ വ്യാപാര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് തിരുവയിൽ തീരുമാനം. 90 ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാൻ ധാരണയിലായി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെ പ്രഖ്യാപനം. ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് കനത്ത തിരിവ് ചുമത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ ഉന്നതതല ചർച്ചയിലാണ് തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 27-നാണ് പരിഗണിക്കുക. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കണമെന്ന് പ്രത്യേക വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അന്ത്യശാസനം നൽകിയിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയപ്പോൾ കേസ് നിലനിൽക്കുന്നത് കോടതിയിലല്ലേ എന്നും റിപ്പോർട്ട് ഇവിടെയല്ലേ ഹാജരാക്കേണ്ടതെന്നും ജഡ്ജി MV രാജകുമാർ ചോദിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത്. റിപ്പോർട്ട് പരിശോധിച്ച് കോടതി തുടർ നടപടി സ്വീകരിക്കും. MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ADGPയെ വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട 32 വിമാനത്താവളങ്ങൾ ഉടൻ തുറക്കും. മെയ് 15 വരെയായിരുന്നു ഈ നിയന്ത്രണം. ഈ വിമാനത്താവളങ്ങളിലെ നിയന്ത്രണം മാറ്റിയതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു. വിമാന കമ്പനികളുമായി നേരിട്ട് സംസാരിച്ചോ അവരുടെ സൈറ്റുകൾ പരിശോധിച്ചോ വിമാനങ്ങളുടെ വിവരങ്ങൾ മനസ്സിലാക്കാമെന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു. ഉത്തരേന്ത്യയിലെ പല ചെറു വിമാനത്താവളങ്ങളും അടച്ചതുമൂലം ഡൽഹി വിമാനത്താവളത്തിൽ തിരക്കേറുകയും ചെയ്തിരുന്നു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ദേഹപരിശോധനയും ID പരിശോധനയും കൂടുതൽ കർശനമാക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതിന്റെ പേരിൽ നാഗ്പൂരിൽ അറസ്റ്റിലായ മലയാളി യുവാവിനെതിരെ കേരളത്തിലുള്ള കേസുകളിലും അന്വേഷണം. ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമായ റിജാസ് ഷീബ സൈദിഖാണ് അറസ്റ്റിലായത്. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന, നാഗ്പൂർ പോലീസ് എന്നിവർ കൊച്ചി എളമക്കരയ്ക്കടുത്തുള്ള കീർത്തി നഗറിലെ റിജാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. കശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രതിഷേധിച്ചതിന് റിജാസ് അടക്കം 10 പേർക്കെതിരെയാണ് ഏപ്രിൽ ഒടുവിൽ പോലീസ് കേസെടുത്തത്. അനുമതി ഇല്ലാതെയുള്ള സംഘം ചേരൽ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. KPCC ആസ്ഥാനത്തെ ചടങ്ങ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇതിഹാസ താരം ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചാണ് താരം വിരമിക്കൽ വിവരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അത്ര എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറയുന്നു. മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് ഇതിഹാസ താരം കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾ സജീവമാവുന്നതിനിടെയാണ്
കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ കോഹ്ലി കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു യുഗാന്ത്യം കൂടിയാണ്. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിലും സഹായം എത്തിക്കുന്നതിലും US ഭരണകൂടവും ഹമാസും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും പലസ്തീൻ ഉന്നത ഉദ്യോഗസ്ഥൻ. ഗാസയിൽ ഭക്ഷണം എത്തിക്കുമെന്ന് ട്രംപ് ഉറപ്പു നൽകിയെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്നും ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാൽ സ്ഥിരമായി വെടിനിർത്തലിന് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചു. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പൂർണ്ണമായി ഇസ്രായേൽ തടഞ്ഞിരുന്നു. ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം ഹമാസ് 1200 പേരെ കൊലപ്പെടുത്തുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന് അവകാശപ്പെട്ട് ബലോച്ച് ലിബറേഷൻ ആർമി രംഗത്ത്. പാക് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ബലൂചിസ്ഥാനിലെ 51 സ്ഥലങ്ങളിൽ 71 ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി BLA. ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല, ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി ഏകോപനം, ഗ്രൗണ്ട് കൺട്രോൾ, പ്രതിരോധ നിലപാടുകൾ എന്നിവ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്ന് BLAയുടെ പ്രസ്താവന. ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ISIS തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് പാകിസ്ഥാൻ എന്നും BLA ആരോപിക്കുന്നു.